മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിൽ കൃത്യമായി കളം പിടിച്ച് നിറഞ്ഞാടി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല. ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇവിടെ വലിയ വോട്ടു തട്ടിപ്പ് നടന്നു, വോട്ടു ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് ഒരു തെളിവും പറഞ്ഞിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് വലിയ രീതിയിൽ സകല പ്രമുഖ മാധ്യമങ്ങളും ഏറ്റെടുത്ത് രംഗത്ത് വന്നു. ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷം, UDF, സകല സംവിധാനങ്ങൾ കൂടി പല്ലും നഖവും ഉപയോഗിച്ച് സുരേഷ് ഗോപിക്ക് പിന്നാലെ വളരെ വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ആ ഒരു കാട്ടുതീയെ വെള്ളം ഇങ്ങനെ എറിഞ്ഞ് അതങ്ങ് കെടുത്തിക്കളഞ്ഞ രീതിയിലായിരുന്നു കെ സുരേന്ദ്രന്റെ എൻട്രി എന്ന് പറയുന്നത്. അദ്ദേഹം രംഗത്ത് വരുന്നു. ഏത് സാധാരണക്കാരനും ലളിതമാക്കി മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഡയലോഗ് അങ്ങ് അടിച്ചിട്ടതാ. സകല പ്രമുഖ മാധ്യമങ്ങളും പച്ച ഇറച്ചി കടിച്ചതുപോലെയാണ് ആ ഒരു പത്രസമ്മേളനം പോലും സംപ്രേഷണം ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു, നിങ്ങൾ പറയുന്നത് 60,000-ഓളം കള്ളവോട്ട് തൃശ്ശൂരിൽ ചേർത്തി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയ സംഘടനാ സംവിധാനമുള്ള CPM, കോൺഗ്രസ് എന്നല്ല, പ്രത്യേകിച്ച് സംഘടനാ സംവിധാനമൊന്നുമില്ല, ഏതായാലും CPM-ഉം ഈ പറയുന്ന കോൺഗ്രസും സകല സംവിധാനങ്ങൾ ഉണ്ടായിട്ടും, അതായത് ഔദ്യോഗികമായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, പ്രതിപക്ഷം എന്ന് പറയുന്നത് UDF ആണ്. ഇത്ര സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അങ്ങ് കെട്ടിത്തൂങ്ങി ചത്തൂടെ എന്ന് ചോദിച്ചതോട് കൂടിയിട്ട് നിങ്ങളെ BLO ഒക്കെ എവിടെയാണ്, നിങ്ങളെ സംവിധാനങ്ങളൊക്കെ എവിടെയാണ്? കൃത്യമായ സമയമുണ്ടായിട്ടും നിങ്ങൾക്കത് പരാതി കൊടുക്കാനൊന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ലത് കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതോട് കൂടിയിട്ട് സുരേഷ് ഗോപിക്ക് പിന്നാലെയുള്ള ആ വോട്ട് തട്ടിപ്പ്, വോട്ട് ക്രമക്കേട് എന്ന് പറഞ്ഞ് UDF-ഉം LDF-ഉം രംഗത്ത് വരുന്നത് തന്നെ അതങ്ങ് തനിയേ നിന്നുപോയി. കേരളത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാ കെ സുരേന്ദ്രന്റെ ഈ ഒരു ആഞ്ഞടിക്കലിൽ കൃത്യമായിട്ട് ഇടതും വലതും അങ്ങ് തകർന്ന് തരിപ്പണമായി. ഈ വിഷയത്തിൽ ഇത് കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്ക് മനസ്സിലായി. സന്ദീപ് വാര്യർ അടുത്ത പണി എന്താ എടുത്തത്? കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കുക. വലിയ രീതിയിൽ ഈ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓടി കേരളം മൊത്തം ഓടി നടക്കല്ലേ. രാഹുൽ ഗാന്ധി ഓടിയിട്ട് വയനാട്ടിൽ വന്ന് അഭയം പ്രാപിച്ച ആ നേതാവിന്റെ അണിയായിട്ട് നടക്കുന്ന സന്ദീപ് പറയാ സകലയിടത്തേക്ക് ഓടുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇതിന് ഒരു മറുപടി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് കെ സുരേന്ദ്രൻ സന്ദീപിനെ ചവിട്ടി അങ്ങ് കൂട്ടിയിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത്. ദേഹത്ത് ചെളി പുരളും, പക്ഷേ പന്നികൾ അത് ആസ്വദിക്കും. ആപ്തവാക്യം. അതായത് എത്ര വ്യക്തമായിട്ടുള്ളൊരു അടിയാണ് സന്ദീപ് വാര്യർക്ക് ഇപ്പോ കിട്ടിയിട്ടുള്ളത്. ഇതിനും അപ്പുറം ഒരു അടിയനി സന്ദീപിന് ജീവിതത്തിൽ കിട്ടാറുണ്ടോ എന്നറിയില്ല. അമ്മാതിരി ഒരു അടി തന്നെയാണ് കെ സുരേന്ദ്രൻ സന്ദീപിനെതിരെ കൊട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് കെ സുരേന്ദ്രൻ കളം നിറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിൽ കൃത്യമായിട്ട് കളം നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരുപാട് പ്രമുഖ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ തൃശ്ശൂരില് സുരേഷ് ഗോപി 6 മണ്ഡലത്തോളം വോട്ട് അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ സുരേഷ് ഗോപിയോളം തലയെടുപ്പുള്ള ആളുകള് BJP-യിൽ ഉണ്ടോ എന്നൊക്കെയാണ് ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അവരോടൊക്കെ പറയാനുള്ളത്, സുരേഷ് ഗോപി മത്സരിച്ചത് താമര ചിഹ്നത്തിലാണ്. അതേ ചിഹ്നത്തിൽ മത്സരിക്കാൻ കേരളത്തിൽ തലയെടുപ്പുള്ള ആദ്യത്തെ നേതാവായിട്ട് കെ സുരേന്ദ്രൻ രാഷ്ട്രീയ കേരളത്തിൽ കളം പിടിച്ചിരിക്കുന്നു. വരുന്ന നിയമസഭാ റിസൾട്ട് നോക്കുമ്പോ ഈ കെ സുരേന്ദ്രൻ നിയമസഭയിലുണ്ടോ? ഇതൊന്നും വെറുതെ പറയല്ല, നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയാ. ഇത് ഏതെങ്കിലും ആരെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയല്ല, നമ്മൾ കൃത്യമായിട്ട് വിളിച്ചു പറയാ. ഇവിടെ ഈ സന്ദീപിനൊരു പ്രശ്നമുണ്ട്.
സന്ദീപ് വ്യക്തിപരമായിട്ടാണ് അധിക്ഷേപിക്കുക, ഒരു ഉളുപ്പില്ലാതെ. ഈ സന്ദീപിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. 2022 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്, അത് വായിക്കാം. സുരേഷ് ഗോപിക്കെതിരെ ഇന്ന് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരുന്ന സന്ദീപിന്റെ 2022 ഒരു ഫേസ്ബുക്ക് പോസ്റ്റാ. ഇന്ന് പിറന്നാളാണെങ്കിലും ഈ പച്ച മനുഷ്യന്റെ മനസ്സ് ശംഖുവിനോടൊപ്പമാണെന്നറിയാം. ഇന്നലെ മാത്രം 10 തവണയെങ്കിലും വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടുകയും ബന്ധുക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മലയാളത്തിന്റെ മഹാപുണ്യം പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ. സന്ദീപ് വാര്യർ സുരേഷ് ഗോപിയെ കുറിച്ച് 2022 വിളിച്ചു പറഞ്ഞത് മലയാളത്തിന്റെ മഹാപുണ്യം പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ. പച്ചയായ മനുഷ്യൻ, ഇങ്ങനെ വർണ്ണിച്ചിട്ടുള്ള ഒരു വ്യക്തി. ശരിയാണ്, സന്ദീപ് രാഷ്ട്രീയമായിട്ട് മാറി, എന്നാലും ഒരു മനുഷ്യന്റെ ആ നല്ല മനസ്സിനെ പോലും ഇന്നെന്തിനാണ് എതിർത്ത് സന്ദീപ് വിളിച്ചു പറയുന്നത്? അല്ല, ഇപ്പൊ സന്ദീപ് ചോറ് തന്നെയല്ലേ തിന്നുന്നത്? വല്ലതും കോരി തിന്നൽ തുടങ്ങിയിട്ടുണ്ടോ? ലേശമൊക്കെ ഉളുപ്പ് സന്ദീപിനൊക്കെ ആവാം. വ്യക്തിപരമായിട്ട് എന്തിനാണ് സന്ദീപൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചൊക്കെ രംഗത്ത് വരുന്നത്? ഇപ്പോ കള്ളവോട്ടോ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് പിന്നാലെ നടക്കുക, ഒരു ഉളുപ്പില്ലാതെ. ഏതായാലും സകലതിനും കൂട്ടിക്കെട്ടിക്കൊണ്ട് കെ സുരേന്ദ്രൻ അങ്ങ് ചവിട്ടി കൂട്ടിയിരിക്കുന്നു സന്ദീപ് വാര്യരെ. ഇവരൊക്കെയാണ് ഇവിടെ കോൺഗ്രസിന്റെ ആളുകളൊക്കെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾ അത് പുച്ഛിച്ച് തള്ളുകയല്ലേ വേണ്ടത്? ഇവരുടെ പ്രധാനപ്പെട്ട നേതാവാര രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാര സോണിയാഗാന്ധി, മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാര പ്രിയങ്ക ഗാന്ധി. ഈ 3 പേര് കഴിഞ്ഞിട്ടല്ലേ കോൺഗ്രസിൽ മറ്റേതൊരു നേതാവിനും സ്ഥാനമുള്ളത്? ഇവരൊക്കെ ആരാ? ഒന്ന് മകൻ, ഒന്ന് അമ്മ, ഒന്ന് പെങ്ങൾ. ഇതിനല്ലേ നമ്മൾ രാജ്യ സംവിധാനം? രാജാവ് അപ്പനപ്പൂപ്പന്മാരായിട്ട് മാറി മാറി വരുന്ന സംവിധാനത്തിനെയാണ് ബോധമുള്ള ആളുകൾ രാജഭരണം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിട്ട് പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന വയനാട്ടില് തന്റെ പാർട്ടി അടിമകൾക്കിടയിലേക്ക് ഓടിയെത്തിയത്. യഥാർത്ഥത്തില് പ്രബുദ്ധ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യല്ലായിരുന്നോ? നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് മത്സരിച്ച് ജയിച്ചതൊക്കെ അടിമകൾക്കല്ല. ഇനി കോൺഗ്രസിൽ ഒരു ജനാധിപത്യമില്ല, ഒരു ജനാധിപത്യമില്ല. അതുണ്ട് എന്ന് പറയുന്നവർ മൊണ്ണകളാണ്, മണ്ടന്മാരാണ്. അച്ഛൻ്റെ അമ്മ, ഇതിലെന്ത് ജനാധിപത്യമുള്ളത്? ജനാധിപത്യ ബോധ്യമുള്ളവരൊക്കെ പുറത്തിറങ്ങൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാക്കിയാലും ഇവിടെ ഒരു വസ്തുവില്ല. ഇനി ഇടതുപക്ഷത്തിൽ പോലും ഇവിടെ ജനാധിപത്യം ഉണ്ട്. അച്ഛനും അമ്മയൊന്നും മത്സരിക്കില്ല. അച്ഛനും അമ്മ MP, അച്ഛൻ MP, അമ്മ MP, പെങ്ങൾ MP, അച്ഛൻ പ്രധാനമന്ത്രി, അമ്മമ്മ, അച്ഛൻ്റെ അമ്മ പ്രധാനമന്ത്രി. എന്തൊരു അവസ്ഥയാ! ഇതാണോ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇതൊരു രാജ സംവിധാനല്ലേ? ഇതിന്റെ അടികളൊക്കെ അടിമകളും അല്ലേ? എന്നിട്ട് ഇവരൊക്കെയാണ് ഇവിടെ വലിയ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ. ഏതായാലും സന്ദീപൊക്കെ ഉളുപ്പില്ലാതെ സകലത് വാങ്ങി കൂട്ടുന്നുണ്ടോ? കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് സന്ദീപ് വാര്യരെ ചവിട്ടിക്കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഇതിലും അപ്പുറം ഇനി സന്ദീപിനൊരു മറുപടി കിട്ടാനുമില്ല.